ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫബിൾ ദ ഈസി ആൻഡ് സ്മാർട്ട് ലേണിംഗ്. നമ്മളിന്ന് നോക്കുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ ചാപ്റ്റർ 3യുടെ പാർട്ട് 2 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്, ഓരോ പാർട്സിൻ്റെയും ഫംഗ്ഷൻ എന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ടേബിൾ അവിടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആ ടേബിൾ നമുക്ക് ഇന്നൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാണ് അപ്പോൾ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ്, ഓരോ പാർട്സിൻ്റെയും ഫംഗ്ഷൻ എന്താണെന്നാണ് ആ ടേബിളിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ അവിടെ ഐ പീസ് ലെൻസിൻ്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഐ പീസ് ലെൻസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഐ പീസ് ലെൻസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മാഗ്നിഫൈസ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജിനെ വലുതാക്കി കാണിക്കുക എന്നുള്ളതാണ് ഐ പീസ് ലെൻസിൻ്റെ ഫംഗ്ഷൻ. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ കാണുന്ന ഇമേജിനെ ഒന്നും കൂടി വലുതാക്കി കാണിക്കുക എന്നുള്ളതാണ് ഐ പീസ് ലെൻസിൻ്റെ ഫംഗ്ഷൻ. ദെൻ അടുത്ത ഭാഗമാണ് ബോഡി ട്യൂബ്. Hold the eyepiece and connect it to the objective lens. എന്താ ചെയ്യണേ? ബോഡി ട്യൂബ് ഐ പീസിനെയും ഒബ്ജക്റ്റീവ് ലെൻസിനെയും കൂടെ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് ബോഡി ട്യൂബ് എന്ന് പറയുന്നത്. ഐ പീസിനെയും ഒബ്ജക്റ്റീവ് ലെൻസിനെയും കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. ഹോൾഡ് ദ ഐ പീസ് ആൻഡ് കണക്ട് ഇറ്റ് ടു ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ഐ പീസ് ലെൻസിനെ ഹോൾഡ് ചെയ്ത് നിർത്തി ഈ ഐ പീസിനെയും ഒബ്ജക്റ്റീവ് ലെൻസിനെ നമ്മൾ കണക്ട് ചെയ്യുകയും ചെയ്യുന്ന പാർട്ടാണ് ബോഡി ട്യൂബ്. ദെൻ നെക്സ്റ്റ് വൺ ബേസ് ആണ്. ബേസ് എന്ന് വെച്ചാൽ ഒരു മൈക്രോസ്കോപ്പിന് ഇരിക്കാൻ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഭാഗമാണ് ബേസ്. അപ്പോൾ നമുക്ക് മൈക്രോസ്കോപ്പിന് എവിടെയെങ്കിലും വെക്കണം. അപ്പോൾ അത് വെക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഒരു ബേസ് വേണം അല്ലേ, എന്നാലേ അത് കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ബേസാണ് മൈക്രോസ്കോപ്പിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നത്. ഇറ്റ് സപ്പോർട്ട്സ് ദ മൈക്രോസ്കോപ്പ്. ദെൻ നെക്സ്റ്റ് പാർട്ട് ഒബ്ജക്റ്റീവ് ലെൻസ് ആണ്. ഒബ്ജക്റ്റീവ് ലെൻസ് എന്താ ചെയ്യുക? മാഗ്നിഫൈസ് ദ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഓൺ ദ സ്ലൈഡ്. നമ്മൾ സ്ലൈഡിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ട് ആ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യും അല്ലേ. അപ്പം നമ്മൾ നമ്മുടെ സ്ലൈഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ വലുതാക്കി കാണിക്കുന്ന ആളാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ലെൻസ് വലുതാക്കി കാണിച്ച ഇമേജിനെ ഒന്നും കൂടി വലുതാക്കി കാണിക്കുന്ന ആളാണ് ഐ പീസ് ലെൻസ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ 2 ലെൻസ് ഉണ്ട്. ഐ പീസ് ലെൻസും ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസും ഉണ്ട്. ദെൻ നെക്സ്റ്റ് വൺ സ്റ്റേജ് ക്ലിപ്പാണ്. സ്റ്റേജിൽ നമ്മൾ സ്ലൈഡ് വെക്കുമ്പോൾ ആ സ്ലൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാണ്ട് കൃത്യം അതേ പൊസിഷനിൽ തന്നെ ഉറപ്പിച്ച് നിർത്താനായിട്ട് സഹായിക്കുന്നതാണ് സ്റ്റേജ് ക്ലിപ്പ്. ഫിക്സസ് ദ സ്ലൈഡ് ഓൺ ദ സ്റ്റേജ്. സ്ലൈഡിനെ സ്റ്റേജിൽ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നു. ദെൻ കോസ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബാണ്. നമുക്ക് സ്റ്റേജിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യിപ്പിച്ച് കൃത്യമായി ഫോക്കസ് കിട്ടാൻ സഹായിക്കുന്ന നോബാണ് കോസ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്. മൂവ്സ് ദ സ്റ്റേജ് അപ്പ് ആൻഡ് ഡൗൺ ഫോർ ദ റഫ് അഡ്ജസ്റ്റ്മെൻറ്റ്. നമുക്ക് എന്ത് ചെയ്യാം? ഒരു റഫ് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ഈ കോസ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് യൂസ് ചെയ്യാം. ദെൻ ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബാണ്. ഷാർപ്പ് ഫോക്കസിങ്. നമ്മൾ സ്റ്റേജിൻ്റെ മുകളിലേക്കും താഴത്തേക്കും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഫോക്കസ് കണ്ടുപിടിച്ച് വെച്ചു. ആ ഫോക്കസിൻ്റെ ക്ലാരിറ്റി ഒന്നും കൂടെ കൂട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നോബാണ് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്. ഷാർപ്പായിട്ടുള്ള ഫോക്കസ് കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന നോബ്. ദെൻ ലാസ്റ്റ് വൺ മിററാണ്. മിറർ എന്താ ചെയ്യുക? ഹെൽപ്പ് ടു ഫോക്കസ് ലൈറ്റ് ഓൺ ദ ഒബ്ജക്റ്റ്. നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത് മിററാണ്. അപ്പോൾ ഇത്രയാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പാർട്സും ആ പാർട്സിൻ്റെ ഫങ്ഷൻസും. ഇനി നെക്സ്റ്റ് അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. ഒരു കുട്ടിയുടെ കാര്യം ആലോചിക്കുകയാണ്. ഹൗ ക്യാൻ വി ഒബ്സർവ് ആൻഡ് സ്റ്റഡി ദ മൈക്രോ ഓർഗാനിസം ദാറ്റ് കനോട്ട് ബി സീൻ ത്രൂ എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിലൂടെ കാണാൻ സാധിക്കാത്ത മൈക്രോ ഓർഗാനിസത്തെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുക എന്നാണ് ആ കുട്ടിയുടെ ഡൗട്ട്. ഓക്കെ, ഹാവ് യു നോട്ടീസ് ദ ഡൗട്ട് ഓഫ് ദ ചൈൽഡ്? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ആ കുട്ടിയുടെ ഡൗട്ട് നിങ്ങൾ വായിച്ചുവോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരുപാട് ഒബ്ജക്ട്സ് ഉണ്ട്. എന്നാൽ ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റാത്ത ഒരുപാട് മൈക്രോ ഓർഗാനിസംസ് വേറെയും ഉണ്ട്. അപ്പോൾ ആ മൈക്രോ ഓർഗാനിസത്തെ കുറിച്ചൊക്കെ നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, അതിനെയൊക്കെ കാണാനായിട്ട് നമുക്ക് ഏത് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മാഗ്നിഫൈസ് ഒബ്ജക്ട്സ് മോർ ദാൻ എ മില്യൺ ടൈംസ്. ഒരു ഒബ്ജക്റ്റിനെ മില്യൺ ടൈംസ്, ദശലക്ഷക്കണക്കിന് വലിപ്പത്തിൽ കാണിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മൈക്രോസ്കോപ്പാണ് ഏത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പറഞ്ഞു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ സൈസിൻ്റെ 1000 മടങ്ങ് വലിപ്പത്തിൽ കാണിക്കാൻ പറ്റും. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെങ്കിലോ ഒബ്ജക്റ്റിൻ്റെ സൈസിനെക്കാട്ടിലും മില്യൺ ടൈംസ് അതിനെ വലുതാക്കി കാണിക്കാൻ സാധിക്കുന്ന
കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇറ്റ് ഹെൽപ്സ് ടു ഒബ്സർവ് സെൽസ്, വൈറസസ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ ഇൻ ഡീറ്റെയിൽ. സെൽസിനെ കുറിച്ച് പഠിക്കാൻ, അതുപോലെ തന്നെ വൈറസുകളെ കുറിച്ച് പഠിക്കാൻ, മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ, മോളിക്കുലർ സ്ട്രക്ചേഴ്സ് പഠിക്കാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാം. ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇലക്ട്രോൺ ബീം ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ലൈറ്റ്. നമ്മൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പഠിച്ചപ്പോൾ പറഞ്ഞു ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് വരണം എന്ന് പറഞ്ഞു. മിറർ നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. മിറർ വെച്ചിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ ഇമേജ് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്താ ആവശ്യമില്ല? ലൈറ്റ് ആവശ്യമില്ല. പകരം അവിടെ എന്താ യൂസ് ചെയ്യുന്നത്? ഒരു ബീം ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺ ബീമാണ് അവിടെ, ഇലക്ട്രോൺ തരംഗങ്ങളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ ബീമാണ് യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ആർ യൂസ്ഡ് നവേഡേയ്സ്. അപ്പോൾ പലതരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൈപ്പ് മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്ജക്റ്റിൻ്റെ സൈസിനെക്കാട്ടിലും മില്യൺ ടൈംസ് അതിനെ മാഗ്നിഫൈ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യുന്നില്ല. ലൈറ്റിന് പകരം ഇലക്ട്രോൺ ബീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1934 ജർമ്മൻ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഏർണസ്റ്റ് റസ്ക ആൻഡ് മാക്സ് നോൾ ആണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തത്. In 1934, German scientist Ernest Röska and Max Knoll invented electron microscope. In an electron microscope, electromagnetic lenses are used to focus a beam of electrons onto the specimen, allowing for much higher resolution imaging compared to light microscope. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസസ് ആണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്തത് ഒബ്ജക്റ്റീവ് ലെൻസ്, ഐ പീസ് ലെൻസ്, അങ്ങനെയുള്ള ലെൻസാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസ് ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസാണ്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസാണ് ആ ബീം, നമ്മൾ പറഞ്ഞു ഒരു ബീം ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ലൈറ്റിന് പകരം എന്ന് പറഞ്ഞു അല്ലേ. ആ ബീം ഓഫ് ഇലക്ട്രോൺസിനെ കൃത്യമായിട്ട് നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസാണ്. അതിലൂടെ നമുക്ക് എന്ത് സാധിക്കും? കുറച്ചും കൂടെ നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജ് ഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസസ് ആണ്. അതുപോലെ തന്നെ ഒരു ബീം ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മളിവിടെ ലൈറ്റിന് പകരം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ള ഇമേജ് നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റി കൂടുതലുള്ള ഇമേജ് ആയിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ആർ യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസ്. പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ പലതരത്തിലുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെയും അതുപോലെ തന്നെ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെയും ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി അവിടെ ഒരു ടേബിൾ ഉണ്ട്, നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താണ് കൊടുത്തിരിക്കുന്നത്? പെക്യുലാരിറ്റീസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെയും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെയും കുറച്ച് പെക്യുലാരിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ കംപ്ലീറ്റ് ആക്കുകയാണ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ലൈറ്റിൻ്റെ ആവശ്യമുണ്ടാവും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമുക്കറിയാം ലൈറ്റിൻ്റെ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? ഇറ്റ് റിക്വയേഴ്സ് ലൈറ്റ്. ഓക്കെ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലാണെങ്കിലോ അവിടെ ലൈറ്റ് ആവശ്യമുണ്ടോ? നോ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല അല്ലേ. അതുപോലെ തന്നെ മാഗ്നിഫൈയിങ് പവറാണ് അടുത്ത കാര്യം. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ മാഗ്നിഫൈയിങ് പവർ എത്രയാണ്? 1000 ടൈംസ് ലാർജറാണ് അല്ലേ. ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്ച്വൽ സൈസിൻ്റെ 1000 ടൈംസ് ലാർജറാക്കി കാണിക്കാൻ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് സാധിക്കുന്നുണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെയോ മില്യൺ ടൈംസ് ലാർജർ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് മില്യൺ ടൈംസ് വലുതാക്കി കാണിക്കാൻ പറ്റും. ദെൻ ലെൻസിൻ്റെ കാര്യമാണ്. നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ഗ്ലാസ് ലെൻസുകളാണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നതോ ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസാണ്. അതാണ് ഡിഫറൻസ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത് നോർമൽ ഗ്ലാസ് ഒപ്റ്റിക്കൽ ലെൻസസ് ആണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ലെൻസസ് ആണ്. അപ്പോൾ ഇതാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി അടുത്തത് അവിടെ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെയും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെയും ഏതൊക്കെ ഒബ്ജക്ട്സിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും എന്നവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ചാർട്ട് പോലെ. നമുക്കതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം.
ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെക്കാട്ടിലും വളരെ ചെറിയ ഒബ്ജക്ട്സിനെ നമുക്ക് ഏതിലൂടെ കാണാൻ പറ്റും? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അത് തന്നെയാണ് ആ ഒരു പിക്ചർ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 100 നാനോമീറ്റർ മുതൽ 100 മൈക്രോമീറ്റർ വരെയാണ്. 100 നാനോമീറ്റർ തുടങ്ങി 100 മൈക്രോമീറ്റർ വരെയുള്ള സൈസുള്ള ഒബ്ജക്ട്സിനെ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. അതിൽ സെൽ ഓർഗനൽസ് വരുന്നുണ്ട്, ബ്ലഡ് സെൽസ്, അനിമൽ സെൽസ്, പ്ലാന്റ് സെൽസ്, ചില മൈക്രോ ഓർഗാനിസംസ്, അങ്ങനെയുള്ളതിനെയൊക്കെ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാം. അതല്ലാതെ പ്രോട്ടീൻ, വൈറസുകൾ, DNA, ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യണം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ആ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് 1 നാനോമീറ്റർ തുടങ്ങി 100 മൈക്രോമീറ്റർ വരെയുള്ള സൈസുള്ള ഒബ്ജക്ട്സിനെ ഒബ്സർവ് ചെയ്യാൻ ഏതുകൊണ്ട് സാധിക്കും? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ട് സാധിക്കും. 1 നാനോമീറ്റർ തുടങ്ങി 100 മൈക്രോമീറ്റർ വരെ സൈസുള്ള ഒബ്ജക്ട്സിനെ ഒബ്സർവ് ചെയ്യാൻ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കൊണ്ട് സാധിക്കും. അപ്പോൾ അതിൽ പ്രോട്ടീൻസ്, വൈറസ്, DNA അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെയും അതുപോലെ തന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെയും ഡിഫറൻസുകളും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയത്. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.